കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പരാതിക്കാരൻ എം വി സുരേഷിന്റെ മൊഴി ഇ ഡി വീണ്ടും രേഖപ്പെടുത്തുകയാണ്. കൂടുതൽ തെളിവുകൾ ഇ ഡിക്ക് കൈമാറുമെന്ന് എം വി സുരേഷ് പറഞ്ഞു. അതീവ രഹസ്യമായ വിവരങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട്. കേസിൽ പ്രതിപട്ടികയിലുള്ള മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യണമെന്നും എം വി സുരേഷ് ആവശ്യപ്പെട്ടു. രണ്ടാം ഘട്ട അന്വേഷണം തുടങ്ങി. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ലഭിച്ച അതീവ രഹസ്യമായ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്നാൽ മറ്റു പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരോട് ആവശ്യപ്പെടുന്നുണ്ട്. അത് സമൂഹത്തിൽ വിലസി കിടക്കണം. അത് അവസാനിപ്പിക്കണം. കുറ്റക്കാരെന്തെങ്കിലും നിയമത്തിന് മുന്നിൽ കിട്ടുന്നവരെ അന്തിമ പോരാട്ടത്തിന് BJP തയ്യാറാണ്. ജിജീഷ് കർണാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജിജീഷ്, കേരളത്തിനെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്. അതിലേക്ക് എത്തിച്ചേർന്നത് ഈ എം വി സുരേഷിന്റെ പരാതികൾ തന്നെയാണ്. ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് അന്വേഷണം എത്തി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് എന്നാണ്. പ്രതിപട്ടികയിലുള്ള എല്ലാവരെയും അറസ്റ്റ് ചെയ്യണമെന്നടക്കമുള്ള കാര്യങ്ങൾ തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒപ്പം ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ ഈ അന്വേഷണം എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ എം വി സുരേഷിന്റെ മൊഴിയെടുപ്പ് അത് നിർണായകം തന്നെയല്ലേ ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം? രജനി, തീർച്ചയായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ രണ്ടാം ഘട്ടത്തിലുള്ള അന്വേഷണത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിലാണ് ഒരിക്കൽ കൂടി പരാതിക്കാരനായ എം വി സുരേഷിന്റെ മൊഴി വിശദമായി തന്നെ രേഖപ്പെടുത്തുന്നത്. അതുമാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ള പുതിയ ചില തെളിവുകൾ, ആഴത്തിലുള്ള ചില തെളിവുകൾ, ഉന്നതരായ ആളുകളെ സംബന്ധിച്ച് വ്യക്തമായി തന്നെ ലഭിച്ച ചില വിവരങ്ങൾ അത് കൈമാറുന്നതിന് വേണ്ടിയാണ് ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ എത്തിയതെന്നാണ് എം വി സുരേഷ് വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ കേസിന് രണ്ടാം ഘട്ട അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഈ അന്വേഷണത്തിലേക്ക് വഴിതെളിക്കുന്ന കൂടുതൽ വിവരങ്ങളിലേക്ക് വഴിതെളിക്കാവുന്ന തരത്തിലുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ പലതും മുഖ്യ പരാതിക്കാരനായ എം വി സുരേഷിന് ലഭിച്ചത്. ഈ പരാതികളാണ് ഇന്ന് എം വി സുരേഷ് അതുമായി ബന്ധപ്പെട്ട അത്തരത്തിൽ ലഭിച്ച വിവരങ്ങളാണ് ഇന്ന് എം വി സുരേഷ് മൊഴിയായി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയിട്ടുള്ളത്. വിശദമായി തന്നെ ആ മൊഴികൾ അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാം ഘട്ടത്തിൽ ഉന്നതരായ ചില നേതാക്കളെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് CPM-ന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള എം വർഗീസിനെ നിരവധി തവണ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. നിലവിൽ മാത്രം 4 തവണ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളും ഉണ്ട്. പ്രത്യേകിച്ച് ഈ മൊഴികൾ പരിശോധിച്ച ശേഷമായിരിക്കും അത്തരം നടപടികൾ ഉണ്ടാവുകയും ചെയ്യുക. ഇതിനിടയിലാണ് പരാതിക്കാരിൽ നിന്ന് വിശദമായ മൊഴി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. അതിൽ 55 പ്രതികളാണുള്ളത്. 50 വ്യക്തികളായ പ്രതികളും 5 സ്ഥാപനങ്ങളുമാണ് പ്രതിസ്ഥാനത്തുള്ളത്. എന്നാൽ നിലവിൽ എം വി സുരേഷ് പരാതിക്കാരൻ ഉന്നയിച്ചിരിക്കുന്ന മറ്റൊരു ആവശ്യം എന്ന് പറയുന്നത് എല്ലാവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തണം, പ്രതിപട്ടികയിലുള്ള മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യണമെന്ന ഒരു ആവശ്യമാണ് എം വി സുരേഷ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ എല്ലാവരും സ്വതന്ത്രരായി പുറത്ത് വിഹരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അത് ഒഴിവാക്കണമെന്ന കാര്യവും എം വി സുരേഷ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നാകെ. ജിജീഷ്, ഈ എം വി സുരേഷ് പറയുന്ന ഒരു കാര്യമുണ്ട്, അതീവ രഹസ്യമായ ചില വിവരങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം ആദ്യഘട്ട അന്വേഷണത്തിൽ തന്നെ ഈ പ്രതികളെന്ന് പറയുന്നത് പാർട്ടിക്കാരാണ്, CPM പ്രവർത്തകരാണ് കൂടുതൽ പേരുമുള്ളത്. ഇതിൽ വ്യവസായികളുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, നിലവിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാർ വരെയുണ്ട്. അപ്പോൾ ഇനിയും ഈ അതീവ രഹസ്യമായ ചില വിവരങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കൂടുതൽ പേർ ഇതിൽ പങ്കാളികളാവുകയല്ലേ? രജനി, കൂടുതൽ പേരുടെ പങ്കാളിത്തം തന്നെയാണ് ഇ ഡിയുടെ രണ്ടാം ഘട്ട അന്വേഷണം പുരോഗമിക്കുമ്പോൾ പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് നേരത്തെ ഈ എം വർഗീസിന് പുറമെ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്ത് വിട്ടയച്ച ചില നേതാക്കളിലേക്ക് കൂടി, അതായത് MK കർണൻ കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ആണ്. ഒപ്പം തന്നെ AC മൊയ്തീൻ, മുൻ മന്ത്രി AC മൊയ്തീനെയും അന്വേഷണ സംഘം ഒരിക്കൽ കൂടി വിളിച്ചു വരുത്താനുള്ള ഒരു സാധ്യതയാണുള്ളത്. ആദ്യഘട്ടത്തിലെ ചോദ്യം ചെയ്യൽ ഇരുവരുടെയും പൂർത്തിയായിട്ടില്ല എന്ന് അന്വേഷണ സംഘം തന്നെ അറിയിച്ചിരുന്നു. മാത്രമല്ല, ഇവർക്കും അപ്പുറം വൻ സ്രാവുകളിൽ പലരും ഈ കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കരുവന്നൂർ സഹകരണ ബാങ്കിൽ പലർക്കും അനധികൃതമായി ലോണുകൾ അനുവദിക്കുന്നതിന് വേണ്ടി തുടർച്ചയായി ഇടപെട്ട നിരവധി നേതാക്കളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് രണ്ടുപേരെ മാപ്പുസാക്ഷികളാക്കിക്കൊണ്ട് ഇ ഡി അന്വേഷണം മുന്നോട്ട് പോവുകയും ഇ ഡിയുടെ കേസ് നടപടികൾ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന രണ്ടുപേരെയാണ് കേസുമായി ബന്ധപ്പെട്ട് മുൻ മാനേജറെയും ഒപ്പം തന്നെ മുൻ സെക്രട്ടറിയും തന്നെ മാപ്പുസാക്ഷിയാക്കി കേസ് ബലപ്പെടുത്തുകയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെയ്തത്. മാത്രമല്ല, രണ്ടാം ഘട്ടത്തിൽ ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട നേതാക്കളുടെ ഇടപെടലുകളിലേക്ക് അന്വേഷണം നീളുന്ന ഘട്ടത്തിലാണ് ഇതിന് സഹായകരമായ നിരവധി മൊഴികൾ ആദ്യഘട്ടത്തിലെ പരാതിക്കാരിൽ നിന്ന് ലഭിക്കുക കൂടി ചെയ്തിട്ടുള്ളത്.
ശരി, ഏതായാലും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പരാതിക്കാരൻ എം വി സുരേഷിന്റെ മൊഴി വീണ്ടും എടുത്തിരിക്കുകയാണ്. നിർണായകമായ മൊഴി രേഖപ്പെടുത്തൽ തന്നെയാണ് എം വി സുരേഷിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഒപ്പം സുരേഷ് കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതീവ രഹസ്യമായ ചില വിവരങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ താൻ ഇഡിക്ക് മുൻപാകെ വെച്ചിട്ടുണ്ട്. ഈ പ്രതികളെ അടക്കം അറസ്റ്റ് ചെയ്യണം, അവർ സ്വൈരവിഹാരം നടത്തണം, അതിലേക്കൊന്നും തന്നെ കടത്തരുത് എന്നും കൂടി ഒരു നിർദ്ദേശം കൂടി ഇഡിക്ക് മുന്നിലേക്ക് എം വി സുരേഷ് വയ്ക്കുകയുണ്ടായി. ജിജീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.